ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബിൽഡിങ്ങുകൾ, ചെറിയ ഫാക്ടറികൾ, വലിയ ഫാക്ടറികൾ, പെട്രോൾ പമ്പുകൾ, അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്മളൊരു ഇലക്ട്രിക്കൽ സേഫ്റ്റി സ്വിച്ച്, അതായത് എന്തെങ്കിലുമൊക്കെ അപായങ്ങളുണ്ടാകുന്ന സമയത്ത് നമുക്ക് എമർജൻസി ആയിട്ട് പവർ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമ്മളൊരു സിസ്റ്റം ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഒരു എമർജൻസി ഷട്ട് ഡൗൺ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഒരു പെട്രോൾ പമ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വീടുകൾ, അങ്ങനെയുള്ള പാർട്ടായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ എമർജൻസി ഷട്ട് ഡൗൺ സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഈ ഒരു സിസ്റ്റം ചെയ്യാൻ വേണ്ടി, അതായത് എമർജൻസി ഷട്ട് ഡൗൺ സിസ്റ്റം ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ PVC ബോക്സ്, അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, വാട്ടർ പ്രൂഫായിട്ടൊക്കെ ഉള്ള ഒരു ബോക്സാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഹോൾസോ വേണം, 20 mm ഒരു ഹോൾസോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്വിച്ച്, അതായത് ഇതൊരു പുഷ് ടൈപ്പ് സ്വിച്ചാണ്. അതായത് റിലീസ് ചെയ്യുന്ന സമയത്തും അതിനൊരു കൺട്രോൾ ഉണ്ടാവും, പുഷ് ചെയ്യുന്ന സമയത്തും ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് എമർജൻസി ആയിട്ട് നമ്മൾ ചെന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പവർ ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം. അപ്പോൾ പല വിധത്തിലും നമുക്ക് ചെയ്യാം. ഇത് സാധാരണഗതിയിലൊക്കെ ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ളിടത്തൊക്കെ ഒരു മാഗ്നറ്റിക് കോൺടാക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്വിച്ച് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇതല്ലാതെയും കൂടാതെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ, മറ്റ് ബ്രേക്കറുകളൊക്കെ ട്രിപ്പ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. എന്നാലും ഇതാണ് കൂടുതലും നമ്മളൊരു സിസ്റ്റത്തിനകത്തൊക്കെ കണ്ടുവരുന്നതും ചെയ്യുന്നതും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു സിസ്റ്റം പിടിപ്പിക്കുന്നതിനുള്ള, അതായത് സ്വിച്ച് അതിനകത്ത് പിടിപ്പിക്കുന്നതിനുള്ള ഒരു ക്ലാമ്പിങ്, അതായത് ആ സ്വിച്ചും ഈ ഒരു ഫ്രണ്ടിലെ ആ ഒരു പുഷ് ബട്ടണും പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോൾഡാണ്. അതൊരു അലൂമിനിയം മോൾഡാണത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ലോക്കുണ്ട്. ഇപ്പോൾ നമ്മളിത് കയറ്റിയിട്ട് റൈറ്റിലേക്ക് ഒന്ന് തിരിക്കുമ്പോൾ ഒരു ലോക്കാവും. ഇതാണ് അതിൻ്റെ സ്വിച്ച്. 2 സ്വിച്ചാണ് ഈ ഒരു പുഷ് ബട്ടണിനകത്ത് വരുന്നത്. ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പം കോൺടാക്റ്റ് കിട്ടാനും, ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ കോൺടാക്റ്റ് കിട്ടാനും. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന് റെഡും ഒന്ന് ഗ്രീനുമാണ്. അപ്പോൾ ഒരെണ്ണം അപ്പം റെഡ് ആകുമ്പോൾ നമുക്കറിയാം ഏതായാലും നമുക്കൊരു അപകട സൂചന ഉള്ള ഒരു ഇത്, അതായത് അതിനു വേണ്ടിയാണ് നമ്മൾ റെഡിനെ സൂചിപ്പിക്കുന്നത്. ഗ്രീൻ അതായത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സിമ്പിളിനെയാണ് നമ്മൾ പച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് റെഡും ഗ്രീനുമാണ് ആ ഒരു സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ 2 സ്വിച്ചിനും 2 പ്രത്യേകതയാണ്. അതായത് ഒന്ന് പുഷ് ചെയ്യുമ്പോൾ സമയത്ത് കോൺടാക്റ്റ് കിട്ടും, ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ സമയത്ത് കോൺടാക്റ്റ് കിട്ടും. അതായത് നമ്മൾ എമർജൻസി ആയിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണം, അതായത് അലാറം വർക്ക് ചെയ്യണോ, ലൈറ്റ് വർക്ക് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഇതൊരു 10 ആമ്പിയറാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. അപ്പോൾ ഇതിന് അപ്പുറമായിട്ട് കോൺടാക്റ്റ് കിട്ടും. ഇതിന് താഴെയായിട്ട് ചെറിയൊരു നീഡിലുണ്ട്. അതാണ് ഇതിൻ്റെ പ്രസ് ചെയ്ത് ഓണും ഓഫും ഒക്കെ ആവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അലൂമിനിയം ഈ ഒരു പ്ലേറ്റിനകത്താണ്, അതായത് ആ ഹോളുടെ ആ മോൾഡിനകത്താണ് ഇത് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഈ സ്വിച്ച് നമ്മുടെ ബോക്സിൻ്റെ മെറ്റൽ ബോക്സ് ആണെങ്കിൽ മെറ്റൽ ബോക്സ് ഹോളൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് എടുക്കുന്ന പറഞ്ഞാൽ ഒരു 20 mm ഹോൾസോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 mm ഹോൾസോ ആണ്. അതോടൊപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 20 mm 1 മില്ലിയും കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തതായിട്ട് വരണം. കാരണം ഓവറായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോൾസോ 20ക്ക് മുകളിലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബോക്സിൻ്റെ, അതായത് PVC ബോക്സാണ്, ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ സെൻറ്ററായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി കോണിനോട് കോണ് തന്നെ മാർക്ക് ചെയ്ത് സെൻറ്റർ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഹോൾസോ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ നോക്കിയിട്ട് ഈ 20യുടെ ഹോള് അതിനകത്ത് ഇടുകയാണ്. ഈ 20യുടെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്വിച്ച്, പുഷ് സ്വിച്ച് അതിനകത്ത് കറക്റ്റായിട്ട് കയറത്തില്ല. കാരണം കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതൊരു ഗ്രൈൻഡിങ് ബിറ്റ്, അതായത് നമ്മൾ ചെറിയ ഗ്രൈൻഡിങ് ആയിട്ടുള്ള ബിറ്റുകൾ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ആ റൗണ്ടിൽ അതിൻ്റെ അകത്ത് ഒന്ന് ഫയൽ ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, അതുപോലെ ഒന്ന് ഫയൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ കറക്റ്റ്
സൈസ് ആക്കുക. ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി മാത്രം. ഒരുപാട് ഫ്രീ ആയാൽ അത് വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം 20 mm ഹോളിന് അത് കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ശകലം നല്ല ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പുഷ് ബട്ടൺ അതിനകത്തൂടെ അകത്തേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ആ മെറ്റൽ ബോക്സ് ഇപ്പം കണ്ട ഇത് കണ്ടോ, ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ അതിൻ്റെ ബാക്കിൽ ടൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു മെറ്റൽ ബോക്സിലാണെങ്കിൽ തന്നെ നമ്മൾ അതേ രീതിയിൽ തന്നെ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനം അതിനകത്തോട്ട് കയറ്റിയിട്ട് ചെറുതായിട്ട് വലത്തോട്ടം തിരിക്കുമ്പോൾ അതിനകത്തൊരു ലോക്കുണ്ട്. ആ ലോക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ആ ഒരു ബോഡിയിൽ ഈ ഒരു സ്വിച്ച് അവിടെ നിന്ന് ബലമായിട്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെയിൻ പ്രത്യേകത. കാരണം ഇത് അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടും വളരെ ഈസി ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു ബോക്സിൻ്റെ ആ ഒരു അടപ്പത്തിൽ ടൈറ്റ് ചെയ്ത് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്ക്രൂവും അതിനകത്ത് തന്നിരിക്കുന്നത്. അത് നല്ലോണം ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡും ആ ഒരു ഗ്രീനും സ്വിച്ച് ഇതിൻ്റെ ബാക്കിലേക്ക് തന്നെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഇതിൻ്റെ ഈ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സ്വിച്ചിൻ്റെ നടുക്കുവശത്തൂടെ ഒരു പോയിൻ്റ് ഉണ്ട്. അത് വെളിയിലോട്ട് തള്ളി വരികയും അവനെ റിലീസ് ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഈ റെഡ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് വെക്കുന്ന സമയത്താണ് അതിൻ്റെ പോയിൻ്റ് കോൺടാക്റ്റ് കിട്ടുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത്, അതായത് എമർജൻസിക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ ബട്ടൻ്റെ കോൺടാക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു എമർജൻസിക്ക് ചെന്ന് അതിനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു അലാറം, ഒരു അപായ സൂചനയൊക്കെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ. ഇപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി അങ്ങനെയുള്ള നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട, അതായത് കൂടുതലായിട്ട് നമ്മൾ പ്രിയോറിറ്റി കൊടുക്കുന്ന പെട്രോൾ പമ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനവധി ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഫാക്ടറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള അപായങ്ങൾ, തീപിടുത്തങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടുകളൊക്കെ വളരെ വിച്ഛേദിക്കുവാൻ വേണ്ടി, അതായത് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഒരു പുഷ് ബട്ടൺ. ഇപ്പം നമ്മുടെ ജനറേറ്ററുകളിൽ വലുതും ചെറുതുമായിട്ടുള്ള ജനറേറ്റർ സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ എയർ പമ്പുകളിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു എമർജൻസി പുഷ് ബട്ടൺ കാണുവാനായിട്ട് സാധിക്കും. കാരണം അതെന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു അപായം കാണുന്ന സമയത്ത് നമുക്കത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് അവിടെ വിച്ഛേദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്വിച്ചുകളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്, ഇതിലും കൂടിയ മെത്തേഡുകളൊക്കെ ഇപ്പോൾ തന്നെ നിലവിൽ ഒരുപാട് ഫെസിലിറ്റീസിലും ബ്രേക്കർ ട്രിപ്പിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയാണ് പുഷ് ചെയ്ത് അതായത് ഓഫ് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സിസ്റ്റം ഓൺ ആവാനായിട്ട് സാധിക്കും. മറ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വൈഫൈയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ ഇപ്പം നിലവിൽ ഉണ്ട്. പക്ഷേ ഇത് സാധാരണഗതിയിൽ നേരത്തെ മുതലേ ചെയ്തു പോകുന്നത് നമ്മുടെ എക്യുപ്മെൻസിലൊക്കെ ഈ ഒരു സിസ്റ്റമാണ് കൂടുതലായിട്ടും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലായിട്ട് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ വിച്ഛേദിക്കും, റിലീസ് ചെയ്യുന്ന സമയത്ത് പവർ കിട്ടും. ആ ഒരു രീതിയിലേക്ക്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിലേക്ക് നമുക്ക് 2 ബോക്സാണ്, 2 സ്വിച്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ 2 നമ്മൾ സെറ്റ് ചെയ്തു, 2 സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചു. അപ്പോൾ രണ്ടാമത്തെ ഞാൻ സെറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ മാഗ്നറ്റിക് കോൺടാക്റ്റുകൾ, അപ്പോൾ അത് ഞാനിവിടെ നിങ്ങൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് പറഞ്ഞാൽ ഒരു 40 ആംപിയറിൻ്റെ ഒരു മാഗ്നറ്റിക് കോൺടാക്ടറുണ്ട്, അതുപോലെ തന്നെ 105 ആംപിയറിൻ്റെ ഒരു കോൺടാക്ടറുണ്ട്. ഇതിപ്പോൾ ഒരു 40 ആംസിൻ്റെ ഒരു മാഗ്നറ്റിക് കോൺടാക്ട്. ഇത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഒരു നട്ട് ബോൾട്ട് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു റെയിൽ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് DBക്കകത്തൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കും. സാധാരണഗതിയിൽ നമ്മുടെ എക്യുപ്മെൻസിനകത്തൊക്കെയാണ് ഇതുപോലുള്ള 40 ആംസിൻ്റെ അങ്ങനെയുള്ള ഇതുപോലുള്ള കോൺടാക്റ്റുകളൊക്കെ സാധാരണ കാണാറ്. കാരണം ഈ കിച്ചൺ എക്യുപ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് പറഞ്ഞാൽ ഒരുപാട് സൈസ് എക്യുപ്മെൻറ്റ്സ് കിച്ചൺ നമുക്കുണ്ട്. ടിൽറ്റിംഗ് പാന്, ഫ്രൈ പാന്, ബോയിലർ, അതുപോലെ തന്നെ ഡെക്റ്റ് ഓവന്, അങ്ങനെയുള്ള ഒരുപാട് മെഷീൻസുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെഷീൻസിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട്, പവർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ എയർ കണ്ടീഷനകത്ത് ഉൾപ്പെടെയുള്ള മെഷീൻസിനകത്തൊക്കെ ഇതുപോലുള്ള മാഗ്നറ്റിക് കോൺടാക്റ്റുകൾ വരുന്നുണ്ട് ഹെവി ആയിട്ട്. അതായത് PCBക്ക് ലോഡ് വരാതെ എപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ട് മാത്രം, ആവശ്യമുള്ള സമയത്ത് മാത്രം പവർ കൊടുത്തിട്ട് നമുക്ക് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അപ്പം അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ PCBകൾ, ആ PCBകൾ നമുക്ക് അതിനകത്ത് ലോഡ് വരത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ 40 ആംസിൻ്റെ ഒരു മാഗ്നറ്റിക് കോൺടാക്ടർ ആയതുകൊണ്ട്
ഒരുപാട് ഹെവി ആയിട്ടുള്ള കേബിൾസ് ഒന്നും ഇതിനകത്ത് കണക്ട് ചെയ്യാനൊക്കത്തില്ല. സാധാരണഗതിയിൽ ഒരു 10 mm ഒക്കെ ആകുന്ന മാക്സിമം ഇതിനകത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടുതലൊക്കെ ഇതിനകത്ത് റിസ്ക് ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചെറിയ അതിൻ്റെ സൈഡിലെ കവർ അഴിച്ചിട്ട് ലെഗ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും അത് ക്ലോസ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാലും ഇതിനകത്ത് അലോഡായിട്ട് ഇത്രയും ഒരു വലിയ കേബിൾ ഒരു 25 mm ഒന്നും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു മാക്സിമം ഒരു 10 mm ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു പോസിബിളാണ്. ഒരു 40 amps കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു മാഗ്നറ്റിക് കോണ്ടാക്റ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ എടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 40 amps മതിയാവത്തില്ല. കാരണം ഇതിനകത്ത് താങ്ങാവുന്നതിലപ്പുറം ലോഡ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത് സാധിക്കില്ല. അപ്പം ഞാനെന്നാലും ഇത് കാണിച്ചതേ ഉള്ളൂ ഈ ഒരു ചെറിയ മാഗ്നറ്റിക് കോണ്ടാക്ടർ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനകത്ത് ഇത് 220 വോൾട്ടിൻ്റെ ആണ് ഇതിൻ്റെ കോയിൽ വരുന്നത്. അവിടെ A1 A2 അതുപോലെ തന്നെ കോയിൽ വോൾട്ടേജും കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. 3 പോളാണ് ഈ ഒരു സാധനം. 3 ഫേസ് നമുക്ക് കട്ട് ചെയ്ത് അതായത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ L&T എന്ന് പറയുന്ന കമ്പനിയുടെ 105 ആംപിയറുള്ള 4 പോൾ ബ്രേക്കറാണ് ഞാനിത് മാഗ്നറ്റിക് കോൺട്രാക്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊറിയർ വന്നതാണ്. കൊറിയർ വന്ന് ഞാനിത് പൊട്ടിക്കുന്നതേ ഉള്ളൂ. കാരണം പാക്കേജ് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് L&Tയുടെ സ്വിച്ച് ഗിയർ സിസ്റ്റമാണ്. പക്ഷേ നമുക്കിപ്പം L&K എന്ന് പറയുന്ന ഒരു പേരിലാണ് നമുക്ക് ഈ സാധനം ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ കൊറിയർ വന്നിട്ട് ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഇതെങ്ങനെയാണ് ഒരു പാക്കിംഗ് ഒക്കെ വരുന്നത്. കാരണം 40 ആംസും ഒരു 105 ആംസും അതായത് 40 ആംസിൽ കണക്ട് ചെയ്യുന്ന രീതിയും ഈ ഒരു വലിയ ബ്രേക്കറിനകത്ത് കണക്ട് ചെയ്യുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വയർ കയറ്റി വെച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ഒരു ലെഗ് അടിച്ചിട്ട് കേബിൾ ലെഗ് അടിച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പാക്കിംഗ് പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മാനുവൽ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട്. എന്തൊക്കെ കൊടുക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ കോയിൽ വോൾട്ടേജ്, കോയിൽ ഇളക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ടെർമിനലിൻ്റെ കാര്യങ്ങൾ, സൈഡിൽ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു മാനുവലിൻ്റെ ഒരു പടം സഹിതം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വായിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കത് എല്ലാം ഒന്നും വായിക്കേണ്ട കാര്യങ്ങളില്ല. അറിയാൻ മേത്തവർക്കൊക്കെ എന്നാൽ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി എടുക്കാം. ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് 220 വോൾട്ടിൻ്റെ ആണ്. ഇതിൻ്റെ തന്നെ 440 വോൾട്ടിൻ്റെതും കോയിൽ അവൈലബിൾ ആണ്. കാരണം ഡബിൾ ഫേസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ. ഇതിപ്പോൾ ഞാൻ സിംഗിൾ ഫേസ് ലൈനിലേക്ക് മാത്രമാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു 220 വോൾട്ടിൻ്റെ മാഗ്നറ്റിക് കോൺടാക്ടറാണ്. അപ്പോൾ ഇത് ഫ്രഷ് പാക്കറ്റാണ്. നല്ല രീതിയിൽ അവർ പാക്ക് ചെയ്തൊക്കെ വിടുന്നുണ്ട്, മറ്റ് കേടുപാടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പ്ലാസ്റ്റിക് കവറിനകത്ത് സീൽഡ് ചെയ്താണ്, കാരണം എയർ കയറാത്ത വിധത്തിലുള്ള സീലിംഗ് ഒക്കെ ചെയ്താണ് അവർ കെട്ടിവിട്ടേക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണുമെന്ന് പറഞ്ഞാൽ ഇതിന് 4 ടെർമിനൽ, 2 സൈഡിൽ താഴെയും മുകളിലുമായിട്ട് ടെർമിനലുണ്ട്. പിന്നെ 220 കോയിലിൻ്റെ അതിൻ്റെ ഒരു ടെർമിനൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ L&K കാണാമല്ലോ നിങ്ങൾക്ക്. MCX22 എന്ന് പറയുന്ന മോഡലാണ്. നേരത്തെ വന്നുകൊണ്ടിരുന്നതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കളറൊക്കെ വ്യത്യാസമായിരുന്നു, അതുപോലെ പേരിലും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ L&K എന്ന് മാറ്റി അതിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പോളാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു 40 ആംസിൻ്റെതും അല്ലെങ്കിൽ ഒരു 63 ആംസിൻ്റെ ഒക്കെ മാഗ്നറ്റിക് കോൺടാക്ട് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ടെർമിനലായിരിക്കത്തില്ല നമുക്കിതിൻ്റെ കണക്ട് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഈ ഒരു കേബിള്, അതായത് നമുക്കിപ്പം നമ്മൾ 25-ൻ്റെയോ അല്ലെങ്കിൽ 50-യുടെയോ ഒക്കെ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചത്. 35-ൻ്റെ 50-യുടെ ഒന്നും നമ്മൾ ഇതിനകത്തല്ല, ഇതിൽ കൂടുതൽ ബ്രേക്കർ മാഗ്നറ്റിക് കോൺടാക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് 25-ഓ 35-ഓ അങ്ങനെയുള്ള കേബിളുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലെഗ് അടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ആ ഒരു സോഴ്സിലാണ് കമ്പനി ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേ ചെറിയ മാഗ്നറ്റിക് കോൺടാക്റ്റിൽ നമ്മൾ കേബിൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്തൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു പ്രവൃത്തിയല്ല. കാരണം എന്തെങ്കിലും ഒരു ലൂസ് കോൺടാക്റ്റ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇതാകുമ്പോൾ നമുക്ക് കേബിൾ ക്രിമ്പ് ചെയ്തിട്ട് ലെഗ് വെച്ച് ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കത് ഭംഗിയായിട്ട് നമ്മുടെ വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 105 ആംപിയറാണ് ഈ ഒരു മാഗ്നറ്റിക് കോൺടാക്റ്റിൻ്റെ കപ്പാസിറ്റി കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് 105 ആംപിയർ ഒന്നും ഇവിടെ ലോഡ് വരുന്നില്ല നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക്. പക്ഷേ നമുക്ക് നമ്മുടെ ഉപയോഗം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സേഫ്റ്റിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മാഗ്നറ്റിക് കോൺടാക്റ്റിൻ്റെ ആവശ്യം. പക്ഷേ അത് 100 ആംപിയറിന് മുകളിലോട്ട് വരുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലെഗൊക്കെ അടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു മാഗ്നറ്റിക് കോൺടാക്ടർ നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. അതും നല്ലൊരു ബ്രാൻഡ്. ഇപ്പോൾ L&T എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു വിവരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ L&K എന്ന് പറയുന്ന പേരിലാണെങ്കിലും
നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണിത്. അപ്പോൾ ഈ 40 ആംപിയറിൻ്റെതും ഈ 105 ആംപിയറിൻ്റെയും ആ ഒരു മാഗ്നറ്റിക് കോൺടാക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വലിപ്പവും അതിൻ്റെ ആ കപ്പാസിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 105 ആംപിയറിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 10,800 രൂപയാണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു 40 ആംസിൻ്റെ മാഗ്നറ്റിക് കോൺടാക്ടറാണെങ്കിൽ നമുക്ക് ഒരു 5,000 രൂപ താഴോട്ടുള്ള റേറ്റുകൾ മാത്രമേ വരത്തുള്ളൂ. 5,000 രൂപ താഴെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചായിട്ടുള്ള റേറ്റിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ഉപയോഗം കുറച്ച് കൂടുതലാണെങ്കിൽ 63 ആംസാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 100-105 ആംപിയറിൻ്റെ മാഗ്നറ്റിക് കോൺടാക്ട് വെക്കുന്നതായിരിക്കും ലാഭം നല്ലതും. കാരണം മറ്റ് ലൂസ് കോൺടാക്റ്റുകളോ അതുപോലെ തന്നെ ഇത് ലോഡ് എടുക്കുന്ന സമയത്ത് ചൂടായിട്ട് കരിയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള മാഗ്നറ്റിക് കോൺടാക്ട്. ഇത് നമ്മൾ 6mm 4 നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 മാഗ്നറ്റിക് കോൺടാക്റ്റിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. രണ്ടും 220 കോയിലാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കോയിലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 440 ഒക്കെ ആക്കി മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം കമ്പനി അങ്ങനെ ഒരേ മോൾഡിലാണ് 220 ഈ 440 ഒക്കെ നിർമ്മിക്കുന്നത്, ഒരേ മോൾഡിലും ഇത്. എന്നിട്ട് കോയിലുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഉപയോഗിക്കാം. നമുക്കത് ഏത് വേണമെങ്കിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 25mm കേബിളുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കണക്ക് ഈ ഒരു കേബിൾ നമ്മൾ കണ്ട് ഈ ഒരു 40 ആംസിൻ്റെ മാഗ്നറ്റിക് കോൺടാക്റ്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് 3 ഫേസ് കണക്ട് ചെയ്യുമ്പോൾ വളരെ അടുത്ത് പോകും. അതുപോലെ തന്നെ ഇത് കൂട്ടിമുട്ടാനായിട്ട് വളരെ അധികം ചാൻസ്. കാരണം 2 ഫേസുകൾ തമ്മിൽ ഇപ്പോൾ 2 ലെഗ് ഇതിനകത്ത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിലും വളരെ നമുക്കൊരു 2 മില്ലി അല്ലെങ്കിൽ 3 മില്ലിക്കകത്തുള്ള സ്പേസുകൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു സേഫ്റ്റി അല്ലാന്ന് തോന്നിയത് കാരണം നമ്മളൊരു ഹെവി ആയിട്ടുള്ള മാഗ്നറ്റിക് കോൺടാക്റ്റ്. ഇപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, കേബിൾ 25mm 2 കേബിളും 2 ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഗ്യാപ്പ് നമുക്ക് ഓരോ ഫേസിനും ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റി ആയിട്ടും നല്ല സേഫ്റ്റി ആയിട്ടും ചെയ്യുക എന്നുള്ളതാണ് ഇത് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന ഈ പ്രൊജക്റ്റിലേക്ക് ഇതൊരു പെട്രോൾ പമ്പിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇവർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ റൂൾസും പ്രകാരം എമർജൻസി ഷട്ട് ഡൗൺ സിസ്റ്റം അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ വർക്കാണത്. അപ്പോൾ ഇത് നേരത്തെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ബസ് ബാറൊക്കെ ഉപയോഗിച്ച് അതുപോലെ തന്നെ KSEBയുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് സെൻട്രലിലെ സ്വിച്ച്. ഏറ്റവും അടിയിൽ കാണുന്നത് ചേഞ്ച് ഓവറാണ്. അപ്പോൾ ഇതിനകത്ത് ജനറേറ്റർ പവറും വരുന്നുണ്ട്, KSEB പവറും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന പവറിനെയാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള ലൈനിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് എമർജൻസി ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആ ഒരു കാറ്റഗറിയിലേക്ക് വിടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ചെയ്തിട്ടില്ല. നമ്മളതിൻ്റെ കൺട്രോൾ വയർ മാത്രമേ ഇതിനകത്തൂടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മാഗ്നറ്റിക് കോൺടാക്ടർ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു 105 ആംപിയറിൻ്റെ LNK എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ മാഗ്നറ്റിക് കോൺടാക്ടർ. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലേക്ക്, കാരണം ഇതിനകത്ത് മറ്റു വശങ്ങളിലൊന്നും ഇത് വെച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനുമുള്ള സ്പേസും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ ജോലിയായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് ബസ് ബാർ ഇതിനകത്തൂടെയാണ് സെൻട്രൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. കാരണം ആവശ്യമുള്ള പാർട്ടിലേക്ക് നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് കോൺടാക്ടർ വഴി നമ്മൾ പവർ കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആക്കി ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ CT ഒക്കെ ഇട്ടിട്ട് അവർ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മളിനി നമ്മുടെ മാഗ്നറ്റിക് കോൺടാക്ടർ അതിൻ്റെ സൈഡിലേക്ക് നമ്മളത് നട്ട് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് വേണ്ട കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മുടെ പാനൽ ബോർഡിൻ്റെ ആ ഒരു മെയിൻ ഡോറിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്വിച്ച്, എമർജൻസി സ്വിച്ച് വരുന്നത്. ഒന്ന് നമ്മുടെ ഈ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ട് സൈഡിൽ, കാരണം എമർജൻസി ആയിട്ട് പെട്ടെന്ന് കാണത്തക്ക വിധത്തിലാണ് ഈ ഒരു സ്വിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേണ്ട ഇതിനകത്ത് കണക്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ രാത്രിയിലാണ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇവരുടെ സിസ്റ്റങ്ങളൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ വേണ്ട വർക്കൊക്കെ തുടങ്ങി. ആദ്യം നമ്മൾ ആ മാഗ്നറ്റിക് കോൺടാക്ട് ആ സൈഡിലേക്ക് നമ്മൾ നട്ട് ബോൾട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇനി ഇതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു പവറിനെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് റേറ്റ് ചെയ്യുന്നു. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടും നല്ല ഒരു സേഫ്റ്റി ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു KSEBയുടെ ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. പിന്നെ അലാറം വേണ്ടവർക്ക് അലാറമായിട്ട് സെറ്റ് ചെയ്ത് മാറ്റാം. ഇതിനകത്ത് പുഷ് ബട്ടൺ ഒന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് നമ്മൾ പാനൽ ബോർഡിൻ്റെ ആ ഒരു മെയിൻ സൈഡിൽ തന്നെ എൻട്രൻസിൻ്റെ, കാരണം അപായം ഉണ്ടാകുന്ന സമയത്ത് അവിടെയും നമുക്ക് എമർജൻസി ആയിട്ട് പുഷ് ചെയ്ത് ഓഫ് ചെയ്യാനായിട്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.